സുഹൃത്തുക്കളെ, അപ്പൊ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വളരെ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഇന്ന് ഒരുപാട് ആൾക്കാർ വരാൻ പോകുന്ന ദിവസമാണ്. ഇതിനു മുമ്പ് നല്ല പടങ്ങൾ വന്നിട്ടില്ല എന്നല്ല, ഇന്ന് പക്ഷേ ഒരുപക്ഷെ ആൾക്കാർക്ക് കൂടുതൽ പ്രതീക്ഷയുള്ള രണ്ട് പടങ്ങൾ റിലീസാവുന്ന ദിവസമാണ്. മാർച്ച് 19 ദുരന്തർ 2-ഉം പിന്നെ നമ്മുടെ മലയാളികളുടെ സ്വന്തം ആട് 3-യും. ദുരന്തർ 3 ആക്ച്വലി ഇന്നലെ നൈറ്റ് ഷോ ഉണ്ടായിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നതാണ് മലയാളം വെർഷന്. പക്ഷേ ഇന്നലെ മലയാളം തമിഴ് വെർഷനും എന്തോ ചില കാരണങ്ങൾ കൊണ്ട് കണ്ടന്റ് ഇഷ്യൂ കൊണ്ട് ക്യാൻസൽ ആയി പോയെന്ന് കേട്ടു. അതുകൊണ്ടാണ് രണ്ട് ഇന്നത്തേക്ക് ആക്കിയത്. അല്ലെങ്കിൽ ഇന്നലെ ദുരന്തരം കണ്ട് ഇന്ന് ആട് കാണേണ്ടതായിരുന്നു ഞാൻ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. ഒരു ദിശയിൽ പോയിട്ട് ദുരന്തർ കാണണം, അടുത്ത ദിശയിൽ പോയിട്ട് ആട് കാണണം. അതായത് രണ്ടും തമ്മിൽ ഒരു പടം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ ഒരു 3/4 മണിക്കൂറിൽ അടുത്ത 18 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം അടുത്ത തിയേറ്ററിൽ പോയി അടുത്ത പടം കാണാൻ. സോ വാച്ച് ഇറ്റ് ഗൈസ്. സമയം ഇപ്പോൾ 8:30 ഗൈസ്. ഇതാകണ്ട ഒരു കാലി ചായയും കുടിച്ച് മാളുവാണെങ്കിൽ ഒരു ഏത്തപ്പഴമൊക്കെ തിന്നിട്ടാണ് ഇറങ്ങുന്നത്. കാര്യം ഇന്ന് പല്ലിയപ്പം കുളിയും എല്ലാം ഇന്ന് തിയേറ്ററിൽ തന്നെയാണ്. അപ്പോൾ വേറെ കഴിക്കാനൊന്നും സമയമൊന്നും കിട്ടൂല. നമ്മള് രാവിലെ ഫസ്റ്റ് നമ്മൾ ഏത് പടമായിരിക്കും പോണത്? പാപ്പനും പിള്ളേരും. അത് കണ്ടിട്ടേ ഉള്ളു വേറെ ഏത് പടവും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ആട് കാണും. ആട് കണ്ടിട്ട് അടുത്ത ദുരന്തർ. ഉച്ചയ്ക്ക് തിന്നാൻ സമയം കിട്ടൂല, അതുകൊണ്ട് ആവശ്യമുള്ള എല്ലാ വാരി വലിച്ചു ചെയ്തോ. ഗൈസ്, അങ്ങനെ ആട് 3 കണ്ടിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പൊ ഏകദേശം 12:45 ഇനി 22 കിലോമീറ്റർ താണ്ടി ലുലു മാൾ എത്തിയിട്ടാണ് അടുത്ത ദുരന്തർ 3 കാണാൻ വേണ്ടി, ദുരന്തർ 2 കാണാൻ വേണ്ടി പോകാനുള്ളത്. ഇപ്പൊ എല്ലാം കൂടെ 3 കയറി വരുന്നത്. ഓക്കെ, എന്തായാലും 10 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു പൊട്ടിയ പടത്തിന്റെ 3-ാം ഭാഗമാണ് ഇപ്പൊ കണ്ടിറങ്ങിയിരിക്കുന്നത്. ആ ക്യാരക്ടേഴ്സിനെല്ലാം അവർക്ക് എല്ലാവർക്കും നല്ല ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട്. അതിന്റെ ആ ഒരു മ്യൂസിക്കിലായാലും ശരി, എല്ലാവർക്കും ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് ആ ഒരു ഇന്റർവ്യൂ എല്ലാവർക്കും കൈയടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പടം നമ്മൾ സെക്കൻഡിലൊക്കെ കണ്ട അത്രയും തമാശകളൊന്നും അത്ര വലുതായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. തമാശകൾ ഭയങ്കര കുറവായിരുന്നു. ആകെ ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റത്തെ ഒരു 15 മിനിറ്റോളം ഭയങ്കരമായിട്ട്, അതായത് അടുത്ത പാർട്ടിലേക്ക് ഒരു പ്രതീക്ഷ വെക്കുന്ന ഒരു സംഭവമാണ് വെക്കുന്നത്. ഫസ്റ്റ് ഹാഫ് മൊത്തം 1.5 മണിക്കൂറുണ്ട് ഗൈസ്. അതിനകത്ത് ലാഗ് വരാൻ കാരണം എന്ന് വെച്ചാൽ 2 ടൈം ലൈനാണ് ഈ ഫസ്റ്റ് ഹാഫിനകത്ത് മൊത്തം കാണിക്കുന്നത്. അപ്പം ആ ഒരു ടൈം ലൈൻ പഴയ കാലഘട്ടം കാണിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വലിയ തമാശകളും കാര്യങ്ങളൊന്നുമില്ല. അതിൽ തമാശ കാണിക്കാനൊന്നുമില്ല. ഒരു രാജഭരണ കാലമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് പടം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അതിനകത്ത് വലിയ തമാശയായിട്ട് ഇമ്പാക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ടൊക്കെയാണ് കുറേയൊക്കെ ലാഗ് ഫീൽ ചെയ്യുന്നത്. പിന്നെ പറയുമ്പോഴത്തേക്ക് സെക്കൻഡ് ഹാഫ് ഏകദേശം ഒരു 1 മണിക്കൂർ 10 മിനിറ്റ് ഏതാണ്ടുണ്ട്. മുമ്പുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവരും അതേപോലെ യൂസ് ചെയ്തിട്ടില്ല. സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ അജു വർഗീസ്, ശ്രിന്ദ, അവർക്കൊക്കെ കഴിഞ്ഞ പടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സീനേ ഉണ്ടെങ്കിലും അതൊക്കെ ഇപ്പോഴും ഓർത്ത് ചിരിക്കാൻ പറ്റിയ നല്ല സീനുകളാണ് ശ്രിന്ദയ്ക്ക് സെക്കൻഡ് പാർട്ടിലൊക്കെ ഉള്ളത്. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ പ്രത്യേകിച്ച് അവർക്കൊന്നും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ അല്ല കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സീനല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ സ്ഥിരമായിട്ട് ധർമ്മജന്റെ കുറെ മണ്ടത്തരങ്ങൾ കാര്യമാണ്. അതൊന്നും പക്ഷേ കാര്യമായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. തിയേറ്ററിൽ ആരും അങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സംഭവം കണ്ടില്ല. ഞാൻ സെക്കൻഡ് പാർട്ടൊക്കെ ആട് 2 കണ്ടിരിക്കുന്നത് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരി കൊണ്ട് നമ്മുടെ ചെവി മുടങ്ങും. അങ്ങനെ അമ്മാതിരി ചിരിയായിരുന്നു. കംപ്ലീറ്റ് സീനുകൾ ആൾക്കാർ ചിരിച്ച് എൻജോയ് ചെയ്താണ്. ഇത് നമുക്ക് ജസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, ചെറിയൊരു പുഞ്ചിരിയോടെ കണ്ടുകൊണ്ടിരിക്കാം. അല്ല ഒരു പൊട്ടിച്ചിരി എന്ന് പറയുന്ന സാധനം നമ്മുടെ തിയേറ്ററിനകത്ത് വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ മേ ബി ഞാൻ കണ്ട ഓഡിയൻസിന്റെ കുഴപ്പമായിരിക്കും. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറയുക. അതിന്റെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ, പഴയ കാലഘട്ടത്തിന്റെ ആ ഒരു ആർട്ട് വർക്കും അങ്ങനത്തെ പരിപാടീസ് ഒക്കെ സെറ്റ് ഇട്ടതൊക്കെ നൈസായിട്ടുണ്ട്. എനിക്ക് 4-ലായിരിക്കും. എനിക്ക് ഈ കഥ ഫുള്ളും കൊണ്ട് 4-ൽ തീർക്കാനുള്ള പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ലാസ്റ്റത്തെ 15 മിനിറ്റ് ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് ചിരിക്കാനായാലും ശരി, ആ കഥ കൊണ്ട് എത്തിച്ചിരിക്കുന്ന വിധമായാലും എല്ലാം ലാസ്റ്റ് 15 മിനിറ്റിൽ കുറെ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയായിരിക്കും നമുക്ക് കൂടുതൽ പ്രതീക്ഷ കിട്ടാനുള്ളത്, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളത് അടുത്ത പാർട്ടിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പടമാണ്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയില്ല. പടം നിങ്ങൾ പോയി കണ്ടു നോക്കുക. എല്ലാ മച്ചുകളും. ഇനി അടുത്ത പടം 10 മിനിറ്റിൽ നമ്മൾ ലുലു മാളെത്തും ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് മലയാളമാണ്. मेरे को हिंदी अच्छी तरह मालूम है, मगर मेरे साथ आने के लड़की को हिंदी इतना पता नहीं है. इसके लिए പഠിച്ച് മगर मेरा उतना उसको मालूम नहीं. പക്ഷേ നമ്മൾ പഠിച്ച ഹിന്ദി ഒന്നും അല്ല സിനിമയിൽ കാണുന്നത്, അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. എനിക്ക് സൈറ്റിൽ ബംഗാളികളടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഹിന്ദി നന്നായിട്ട് വശമുണ്ട്, പക്ഷേ സിനിമയിലെ ഹിന്ദി എനിക്ക് പെട്ടെന്ന് കത്തൂല. തോടെ സാർ മെരക്ക് മാലുമേ ടീക്കെ വാട്ട് എവർ ഇറ്റ് മേ ബി. അതുകൊണ്ട് ഇപ്പം മലയാളത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. അവിടേക്ക് ഷോ ഉണ്ടായിരുന്നു, ഹിന്ദി ആണെങ്കിൽ അവിടേക്ക് കാണാമായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോണത്. ഇനി അടുത്ത പടം നമുക്ക് ഇതിൽ പിടിക്കാം. അതിൻ്റെ വിഷമമെല്ലാം ഇവിടെ തീർക്കാം.
ഗൈസ് അങ്ങനെ ഇപ്പോൾ തിയേറ്ററിലെത്തി 5 മിനിറ്റും കൂടെ ഉള്ള ഷോ തുടങ്ങാൻ. അതുകൊണ്ട് ഇനിയിപ്പോൾ കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, നേരെ ഈ പടം കൂടെ കണ്ടിട്ട് വേണം കഴിക്കാൻ കയറാൻ. ഈ പടമാണെങ്കിൽ ഏകദേശം 4 മണിക്കൂറുണ്ട്. ഗൈസ് സമയം ഇപ്പൊ 6 മണി. PVR ആയതുകൊണ്ടാണ് 4 മണിക്കൂർ പടം പരസ്യമൊക്കെ ഇട്ട് ഓട്ടിച്ച് 5:45 വരെയായി. രാവിലെ കഴിച്ചിട്ടിറങ്ങിയാണ്, ഇതുവരെയായിട്ടൊന്നും കഴിച്ചിട്ടില്ല. സോ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഒരു ഫുഡ് കോർട്ടിൽ കയറിയിട്ടുണ്ട്. ആകെപ്പാടെ അവിടെ നിന്ന് കഴിച്ചത് 2 വെള്ളമാണ്. ആ വെള്ളത്തിനാണ് 2 വെള്ളത്തെ 475 രൂപയാണ്. ദാഹിച്ചുകൊണ്ട് മാത്രമാണ് അത് മേടിച്ച് കുടിച്ചത്. പുറത്തിറങ്ങാനും പറ്റാതായിപ്പോയി. ഇനി എന്തായാലും വല്ല കഴിച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം. ഗൈസ് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇപ്പോഴാണ് ഒന്ന് ശ്വാസം വീണത്, ഒന്ന് ജീവൻ വെച്ചത്. ഞങ്ങൾ കൃത്യം 3:30 ഇവിടെ എത്തിയായിരുന്നു. ഇന്നും മലയാളം ഷോ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, മലയാളം തമിഴും ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെന്ന് കയറി ഇരുന്നപ്പോഴത്തേക്ക് വേറെ ആൾക്കാരെ സീറ്റൊക്കെ ആയിരുന്നു. പിന്നെ അവർ മാറ്റി ഹിന്ദിയിലോട്ട് മാറ്റി തന്നു. അങ്ങനെ ഞങ്ങൾ ഹിന്ദി വെർഷനാണ് കണ്ടത്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദുരന്തമായിട്ടില്ല, വളരെ നല്ലൊരു പടമാണ്. 4 മണിക്കൂർ കണ്ടന്റ് ഉണ്ടെങ്കിൽ 4 മണിക്കൂറല്ല 5 മണിക്കൂർ ഇരിക്കാനും കുഴപ്പമൊന്നുമില്ല. ഈ പടത്തെക്കുറിച്ചാണെങ്കിൽ എക്സ്ട്രീം വയലൻസ് ആണ്. വയലൻസിന്റെ അങ്ങേയറ്റം, പെരുന്നാൾ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ആടി ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുപിള്ളേരൊന്നും കൊണ്ടുവന്ന് കാണരുത്. ചോരക്കളമാണ് സിനിമ എന്ന് പറയാം. പിന്നെ അതേപോലെ സ്റ്റോറി ഉണ്ട്, ഇമോഷണൽ സൈഡ് ആയിക്കോട്ടെ. എന്തായാലും നമുക്ക് കുറെ ഗൂസ് ബംസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു കിടിലൻ ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്, അതൊന്നും പറയൂല, അത് പോയി കണ്ടാൽ മതി. സോ ദുരന്തർ 2 ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. ഹൈപ്പിനൊത്തുള്ള സാധനം അതിനകത്തുണ്ട്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇന്ന് ടോക്സിക്കും കൂടെ റിലീസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പായം വിരിച്ച് നമുക്ക് ഇന്ന് തിയേറ്ററിൽ തന്നെ കിടക്കായിരുന്നു. ഭാഗ്യത്തിന്റെ റിലീസ് മാറ്റി വെച്ച്. എന്തായാലും ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.